സംശയം തുടങ്ങി. രാത്രിയായ ഫോൺ വരിയില്ല. ഈ പെണ്ണിനെ ഇത് ആര് ഈ കിടന്ന് വിളിക്കുന്നേ? എന്തോ ആവട്ടെ, നീ എന്താ പറയാൻ. ക്ഷമിയോ? എന്തൊക്കെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. മാറ്റം ഞാൻ അറിയാഞ്ഞതാണോ അതോ ഞാൻ മനസ്സിലാക്കാൻ താമസിച്ചതാണോ? എന്തൊക്കെ അങ്ങനെയൊക്കെ പറയുന്നേ? നീ പോവാൻ ഇറങ്ങിയതല്ലേ? ഓ ഷെമി, എന്താ മാഡം? പിന്നെ അന്ന് നമ്മൾ ചെയ്തു കൊടുത്ത വർക്കുണ്ടല്ലോ, ആ വർക്കില്ല കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തല്ലേ? അതെ കസ്റ്റമൈസ് ചെയ്താ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആണോ? ഒരുപാട് ഇഷ്ടപ്പെട്ടോ? കുറച്ചുകൂടെ ചെയ്തു തരുമോന്നാ ചോദിക്കുന്നത്. അവർക്ക് അവരുടെ റിലേറ്റീവ്സ് ആരോ കണ്ട് അവർക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പൊ അവർക്ക് ഏതോ ഫംഗ്ഷൻ ഉണ്ട്, 30 പീസും കണ്ടുണ്ട്. ഒന്ന് ചെയ്തു കൊടുക്കുമോന്ന് ചോദിച്ചു. എന്താ പറയട്ടെ? നമുക്ക് ചെയ്യാം, ഞാൻ ഓക്കെയാണ്. ആണോ? അപ്പൊ ഏറ്റെടുക്കാമല്ലോ. ഓക്കെ, ഏറ്റെടുക്കാട്ടോ. ധൈര്യമായിട്ട് എടുത്തോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു വർക്ക്. എങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെട്ട്. അത് നീ വന്നതാണ് എൻ്റെ കടയുടെ ഒരു എന്താ പറയാ, നല്ലൊരു സമയമാണ്. കുറച്ച് കൂടുതൽ വർക്കുണ്ട് ഇപ്പം. 10-30 അത് ചെയ്യാം. ശരി, എങ്കിൽ ഞാൻ അത് പറയാം. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയട്ടെ കേട്ടോ. നാളെ തൊട്ട് ഒരാഴ്ച വരെ വേണ്ടി വരും അല്ലേ? സാരമില്ല, ഒരാഴ്ച കൊണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പറയാം, അവരുടെ അടുത്ത് വിളിച്ച് പറയട്ടെ ഇപ്പോഴേ. ഇതൊക്കെ എന്തോത്തിന്റെ കേടാ? അത് അൺനോൺ നമ്പറാണോ മാഡം? അത് ഞാൻ കട്ട് ചെയ്തേക്കാം. ഓഫ് ചെയ്ത് വെക്കാം. തലവേദനയായി മാറിയില്ലേ? ഇയാൾ എന്തിനാണ് എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നത്? ഇനി ആരോട് ഞാൻ പറയാൻ? ഇക്കായോടൊന്ന് പറഞ്ഞെങ്കിലോ? വേണ്ട, അത് ഉമ്മായൊക്കെ അറിഞ്ഞാ പിന്നെ അവര് വേറെ പറഞ്ഞുണ്ടാക്കും. ഞാൻ ആരോട് പറയും? അങ്ങോട്ട് മാറ്റിയിട്ടെ അതെടുത്ത് ഇങ്ങോട്ട് വയ്യേ. ഇത്തിരി പെട്ടെന്നാവട്ടെ. ഇന്നിപ്പോ കൊടുക്കാനുള്ള സാധനങ്ങളാ, വേഗം ആവട്ടെ. അത് തന്നെ. ശരി, ഞാൻ വരുന്നേ, വേഗം ആവട്ടെ.
ഇനി ഉമ്മായും ജമീലയും പറഞ്ഞ സത്യമായിരിക്കുമോ? അവളൊന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നുണ്ടാ? ഓഫ് തന്നെ, സ്വിച്ച് ഓഫ് തന്നെ. ഇന്ന് അവളിങ്ങ് വരട്ടെ. ഇന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. വരട്ടെ. ഷമി, എന്താക്കാ? ഞാൻ നിന്നെ ഫോൺ വിളിച്ചായിരുന്നല്ലോ, നീ ഷോപ്പിലില്ലായിരുന്നു അന്ന്? ഉണ്ടായിരുന്നല്ലോ. ഫോൺ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോണ്. അത് എനിക്ക് കുറച്ച് വർക്ക് കൂടുതലായിരുന്നേക്കാ. അപ്പൊ ചിലപ്പം ചാർജ് ചേർന്ന് ഓഫ് ആയതായി. ഫോൺ എടുത്തേ, ഫോൺ ഒന്ന് ഓണാക്കിയേ. അതൊന്ന് ചാർജ് ചെയ്യായിട്ട്. ഫോൺ എടു നീ. ഹലോ ഷമി, ഞാൻ എന്തിനാ വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു? ആരടാ നീ? സംസാരിക്കാനുണ്ട്. അപ്പിക്ക ഒരാൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേക്കാ. എന്റെ സൗണ്ട് കേട്ടപ്പോ അവൻ കട്ട് ചെയ്ത്. ഷെമീന്ന് വിളിച്ചോണ്ടാ സംസാരിച്ചത്. നിന്നെയാണ് അവൻ വിളിച്ചത്. നീ ഇത്രയും നാൾ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? ഓ അല്ലക്ക, എനിക്ക് അറിയത്തില്ല ആരാന്ന്. നിനക്കറിയത്തില്ലേ? നിനക്കറിയാതെയാണ് ഈ ഫോണിൽ വിളിച്ചതവൻ. എനിക്ക് അറിയത്തില്ലക്ക ആരാന്ന്. നിന്റെ ഫോണിൽ വിളിക്കണമെങ്കിൽ നിന്നെ അറിയാത്തവനാ, അറിഞ്ഞവനാണ്. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഇന്നിറങ്ങിക്കൊള്ളാം എല്ലാം കൂടെ എടുത്ത്. എവിടെ ഒട്ടിക്ക? എങ്ങോട്ടോ പോ, എങ്ങോട്ട് പോയാൽ അതെനിക്കറിയണ്ട. എങ്ങോട്ടോ പോ, എല്ലാം പറയും കെട്ടിക്കോ. എന്തുവാടാ ഇവിടെ പ്രശ്നം? ഇവിടെ എന്താ ഇവിടെ പ്രശ്നം? കൊറേ സമയം കൊണ്ട് കേക്കുന്നു. നീ എന്റെ ഭാര്യയല്ലേ? ഇവിടെ നിന്നാ എനിക്ക് നാണക്കേടാണ്. എനിക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇവിടെ നിന്ന് പൊക്കോളണം. അത് തന്നെ, പറഞ്ഞു വിട്. എവിടാന്ന് വെച്ചാ പോട്ട്. നിനക്ക് എന്തുവാ? അങ്ങനെയല്ലേ എന്റെ മോനെ നീ അങ്ങ് ഒഴിവാക്കിയത്? നീ വേറെ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവനെ ഒഴിവാക്കിയിട്ട് അപ്പൊ ഇതായിരുന്നു നീ ഇത്തരക്കാരിയായിരുന്നില്ലേ? ഓ, ഈ വീട്ടിന് നാണക്കേടുണ്ടാക്കും ഇവള്. നീ പറഞ്ഞു വിടാൻ നോക്ക്. എവിടാന്ന് വെച്ചാ പോട്ട്. ഇപ്പൊ പോവാൻ കൊണ്ടുപോകാനൊക്കെ ആൾക്കാരുണ്ടല്ലേ, പോവും. നാണക്കേട്. ഷോ, എന്റെ മോനെങ്ങനെ പുറത്തിറങ്ങി പോക്കാം. എനിക്ക് പോവാൻ ഒരു സ്ഥലവും ഇല്ലെന്നറിയാലോ. പിടി, എന്നാ പോൻ പിടി, എല്ലാം പറക്ക്. ഉമ്മ, എവളെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇവളെയാ? ഞാൻ എന്നേ പറയുന്നത് എന്റെ കയ്യില്. എവളോട് എനിക്ക് അല്പം സ്നേഹം ഉണ്ടായിരുന്നു. അത് അവളായിട്ട് തന്നെ ഇല്ലാതാക്കി. ഇവക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇവള് രാത്രി ആകുമ്പോ കുശുകുശ സംസാരം അങ്ങ്. അത് ഞാൻ പറയുന്നല്ലായിരുന്നു അതിൻ്റെ കയ്യില്. നമ്മളൊക്കെ പറഞ്ഞ ആര് കേക്കാൻ? അല്ലമ്മ, വെറുതെ പറയല്ലേ അമ്മ. എന്നെ ആരും ഇല്ല വിളിക്കാൻ. വെറുതെ പറയല്ലേ, നിങ്ങളൊന്നും അങ്ങനെ പറയല്ലേ. ഞാൻ അത്തരക്കാരിയല്ല.
കണ്ണടച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്നാ പാവം. പാവം ഇക്ക ഇത്രയും നാളും പറ്റിക്കുമായിരുന്നല്ലേ. ഉമ്മ ഇത്രയും നാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്ക് വിശ്വാസമായി. ഉമ്മ എവളെ ഇവിടെ നിർത്തിയാൽ ഞാൻ ജമീലായെ കൊണ്ട് ഇവിടെ നിന്ന് പോകും. നിങ്ങൾക്ക് വീട്ടു ജയിലിക്ക് ഇവിടെ ആളിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേറെ കൊണ്ടുവരും. എവളെവിടെ വേണ്ട, ഇവളെവിടെ നിന്ന് പറഞ്ഞു വിടണം നിങ്ങള്. ഇനി എവളെ പറഞ്ഞു വിടാതെ എന്നെ നിങ്ങൾ വിളിക്കരുത്. ഞാൻ പോകുന്നു. എനിക്ക് അറിയത്തില്ല ഇതാരാന്ന്. എനിക്ക് അറിയത്തില്ലമ്മ. ഇക്ക എന്തോ തെറ്റിദ്ധരിച്ചാണ്. എനിക്ക് അറിയത്തില്ല. നിങ്ങളെല്ലാം എന്നെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ മോൻ പറഞ്ഞ കേട്ടല്ലേ. അവനിവിടെ ഞാൻ പറഞ്ഞുവിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ മര്യാദക്ക് ഇറങ്ങിപ്പോ. എന്താ പറക്കി എടുക്കണ്ടെന്ന് വെച്ചാ നിന്റെ ആയിട്ടുള്ള എല്ലാം നിനക്ക് പറക്കിക്കൊണ്ട് പോവാം. ഇവിടെ ഒന്നും വെച്ചേക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം അവിടുന്ന്. എനിക്ക് എന്റെ മോനും മരുമോളുമാണ് വലുത്. കേട്ടല്ലേ? ഇറങ്ങി പോവാൻ നോക്ക്. അതോ ഞാൻ ഇറക്കി വിടണോ? ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്കൊരധികം പറ്റാണ്. ഞാൻ പോവാ. ഇക്ക എങ്ങോട്ട് പോണം, എവിടോട്ട് പോണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിവിടെ ഒരു അധികപ്പറ്റായി മാറിക്ക. നിങ്ങളെ മനസ്സിൽ കൂടെ ഞാൻ ചീത്തയപ്പം. നിനക്ക് പോകാൻ സ്ഥലമുണ്ടല്ലോ, നിന്നെ കാത്തു നിൽപ്പുണ്ടല്ലോ. നിങ്ങളില്ലാത്തൊന്നും പറയല്ലേ. ഞാൻ പോയി തരാം. നീ പോകുമ്പോഴേ ആ ബന്ധവും കൂടെ അങ്ങ് വേർപെടുത്തണേ. ഇനി ഞാൻ നീ ആയിട്ടുള്ള ഒരു ബന്ധമില്ലേ. കേട്ടല്ലോ? പറയുന്ന മനസ്സിലാവുന്ന? പോ, കാത്തു നിൽപ്പുണ്ട്. ചെല്ല്. നിനക്ക് ഇഷ്ടം അതല്ലേ? പോ. അയ്യോ പാവം. ഞാനൊന്നിനും ഇല്ലേ.